ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും INDCയുടെയും സമുന്നതരായ നേതാക്കന്മാരെ, ഇവിടെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, ഇവിടെ ഒരിക്കലും മറ്റൊരു ജില്ലകളിലും കേട്ടുകേഴ്വിയില്ലാത്ത കിരാതമായ ചില ഭരണവാഴ്ചയാണ് ഇവിടെ കുറെ കാലങ്ങളായിട്ട് നടക്കുന്നത്. ഇവിടെ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണം അവരെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലേക്ക് നയിച്ചത് ഏകാധിപത്യ ഭരണത്തിന് വേണ്ടിയല്ല, ഇവിടെ രാജകീയ ഭരണം നടത്താനല്ല. AC റൂമിൽ ഇരുന്നു കൊണ്ട്, AC കാറിൽ സഞ്ചരിച്ചുകൊണ്ട് കുത്തക മുതലാളിമാരുടെ കാര്യം മാത്രം നോക്കി ഇവിടെ പ്രവർത്തിക്കാനല്ല. പ്രത്യേകിച്ച് ഈ വഴിയോര തൊഴിലാളികൾ ജോലി ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന പയ്യാമ്പലത്ത് നിന്ന് ജയിച്ചു വന്ന, ഇന്ന് മേയറായി തീർന്നിരിക്കുന്ന മേയർ എടുത്തിരിക്കുന്ന നിലപാട് തികച്ചും അപമാനകരമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ ഇന്ത്യയുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ട തൊഴിലാളികളെ നോക്കിക്കൊണ്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ ഒരുപാട് നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതിലൊരു നിയമമാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്ന ഈ വഴിയോര കച്ചവടക്കാരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്കും ഈ രാജ്യത്ത് ജീവിക്കണം എന്ന ആ ജീവിതം മാർഗം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പാർലമെന്റിൽ 2016 പാസ്സാക്കിക്കൊണ്ട്, നിയമമാക്കിക്കൊണ്ട് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിന്റെ ഭരണഘടനയൊക്കെ വേണമെങ്കിൽ പത്രമാധ്യമ സുഹൃത്തുക്കൾ ഞാൻ വാട്സപ്പിൽ തരാം. ഇത് വായിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ചെയ്തികൾ നോക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ്. കാരണം നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് പറയുന്നത് ആർക്കും എതിരല്ല. ഈ നഗരത്തിന്റെ ശുചീകരണത്തിലും ഈ നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിലും ഏറ്റവും മുമ്പിൽ നിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംഘടനയാണ് INDC. ഇവിടെ തൊട്ടടുത്ത് തലശ്ശേരിയിലും കോഴിക്കോടും ഒക്കെ നിങ്ങൾ പോയി നോക്കണം. അവിടെ എങ്ങനെയാണ് വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതെന്ന്. അവർക്കെല്ലാം വളരെ സൗകര്യപ്രദമായ രീതിയിൽ ബങ്ക് മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും ചിലവിൽ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ മാത്രം എന്താ പ്രത്യേകത? ഇതിനു മുൻപ് ഞങ്ങൾ ഇതുപോലെ സമരം ചെയ്യേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട്. കാരണം ഇത് ഞങ്ങൾക്ക് അപമാനമാണ്. കാരണം പാവപ്പെട്ട തൊഴിലാളികളെ ചവിട്ടിയരച്ചുകൊണ്ട് ധിക്കാരത്തോടെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ഇതല്ല സമരം, ഇനി വരാനിരിക്കുന്നതാണ് സമരം എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഞാൻ പത്രസമ്മേളനത്തിൽ കൂടെ ഈ വിവരങ്ങൾ കഴിഞ്ഞ് തിങ്കളാഴ്ച അറിയിച്ചതാണ്. മുമ്പ് ഇതുപോലെ ഇവിടെ സ്വാഗത പ്രസംഗങ്ങൾ ആശംസിച്ചതുപോലെ ശോഭ എന്ന് പറയുന്ന ഒരു വിധവയായ, ഒരു വൃദ്ധയായ സ്ത്രീ, അവർ ജീവിതോപാധിക്ക് വേണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരൊരു സൈക്കിൾ വണ്ടിയിൽ അവരെ ലോട്ടറി കച്ചവടം നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ രാത്രിയുടെ മറവിൽ വന്ന് മോഷണം നടത്തുന്നത്? ഇത് കള്ളന്മാരുടെ ലക്ഷണമാണ്, കൊള്ളക്കാരുടെ ലക്ഷണമാണ്. ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കൃത്യമായി നോട്ടീസ് കൊടുത്തുകൊണ്ട് അവർ കൃത്യമായി പകൽ സമയത്താണ് വന്നിട്ട് ഈ സാധനം സെർച്ച് ചെയ്യേണ്ടത്. അല്ലേ, ഇതങ്ങനെയല്ല, രാത്രിയുടെ വരവിലാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതിന്റെ നിയമങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? കാരണം സ്ട്രീറ്റ് വെൻഡേഴ്സ് കമ്മിറ്റി എടുക്കുമ്പോ 10 വ്യക്തികളെ ഈ തൊഴിലാളികളുടെ ഇടയിൽ നിന്നാണ് എടുക്കേണ്ടത്. ആ സംഘടനയുടെ ആളുകളിൽ നിന്നാണ് എടുക്കേണ്ടത്. കലക്ടർ വേണം, പോലീസ് മേധാവി വേണം, മേയർ വേണം, ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഈ പ്രദേശത്തെ ജനപ്രതിനിധി വേണം. ഇതിനൊരു ഘടനയുണ്ട്. ആ ഘടനയ്ക്കകത്ത് 10 പേര് വേണ്ടത് ഈ തൊഴിലാളി പ്രതിനിധികളെ. എവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഒരു അപേക്ഷ കൊടുത്താൽ 60 ദിവസത്തിനുള്ളിൽ ഇവർക്ക് സ്ട്രീറ്റ് വെൻഡേഴ്സ് കാർഡും ലൈസൻസും കൊടുക്കണമെന്ന നിയമമുണ്ട്. ഇത് പാർലമെന്റിൽ പാസ്സാക്കിയ നിയമമാണ്. ഇത് ആരുടെയും തറവാട്ടിൽ നിന്ന് ഓടുന്ന ഔദാര്യമല്ല, ഇത് അവകാശമാണ്. ഇത് നേടിയെടുക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. പോലീസിനെയും സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ തടയാമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ ഇതൊരു സൂചനാ സമരമായതുകൊണ്ടാണ് കോർപ്പറേഷൻ അകത്തേക്ക് ഈ തൊഴിലാളികൾ മാത്രമല്ല, ഇതുപോലെ പല മേഖലകളിലുള്ള തൊഴിലാളികൾ വന്ന് ഇരച്ചു കയറിക്കൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും. അതിനൊരു മടിയും ഞങ്ങൾക്കില്ല എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇതുപോലെ സമരം ചെയ്യേണ്ടി വന്ന ഗതികേട് ഞങ്ങൾ ലജ്ജിക്കുക. കാരണം ഇവിടെ പാവപ്പെട്ട ആളുകളെ, നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്തിന്റെ GDP എന്നൊക്കെ പറയുന്നത് എന്താ? സാധാരണക്കാരന്റെ ജീവിത നിലവാരമാണ്. ആ നിലവാരം മെച്ചപ്പെടുത്താനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ഇന്ത്യ രാജ്യത്ത് മാത്രം ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടിയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ ഈ വഴിയോര കച്ചവടക്കാരുടെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരുപാട് നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ അവകാശം ഞങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഈ പാവപ്പെട്ട ആളുകൾ വെയിലത്തും മഴയത്തും
അവര് ജീവിക്കാൻ വേണ്ടി പാടുപെടുമ്പോ അവരെ ഇല്ലായ്മ ചെയ്യാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പില്ല. ഇവിടെ സ്വാഗത പ്രസംഗം ആശംസിച്ചു ഒരു ക്യാൻസർ രോഗിയായ ഉസ്മാൻ ഖായുടെ കടയിൽ കയറി വ്യാജമായ രീതിയിൽ നഗ്നമായ നിയമലംഘനം നടത്തിക്കൊണ്ട് പട്ടാപ്പകൽ എവിടെ നിന്നോ കൊണ്ടുവന്ന് ഒരു പുഴുവുള്ള മാങ്ങ കൊണ്ടുവന്ന് അവരെ ഇല്ലായ്മ ചെയ്യാൻ, അവരെ അപമാനിക്കാൻ തീരുമാനിച്ച ഇത്തരത്തിലുള്ള ആളുകളുടെ ചെയ്തികൾ ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന തൊഴിലാളികൾ അവരുടെ ഇത്രയും മണിക്കൂറുള്ള അവരുടെ കച്ചവടം ഉപേക്ഷിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഈ മഴയത്ത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഏതറ്റം വരെയും ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.